മന്തി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് മന്തി മസാലയാണ്. സാധാരണ പാക്കറ്റിലൊക്കെ അവൈലബിൾ ആണെങ്കിലും ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു 2-3 പട്ടയുടെ കഷ്ണം, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഏലക്കായ്, 1 ടീസ്പൂൺ ക്ലോവ്, പിന്നെ ഒരു 5-6 കാശ്മീരി ചില്ലി, പിന്നെ അതുപോലെ ഡ്രൈ ലെമൺ വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഒരു ഹാഫ്, ജസ്റ്റ് ഒരു പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഹാഫായിട്ട് കിട്ടും. അതിനെ ഒന്ന് പൊടിച്ചതുപോലെ വെക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു തവ ചൂടാക്കാനായിട്ട് വെക്കണം. തവ ചൂടായി വരുമ്പോൾ ആദ്യം നമ്മൾ കാശ്മീരി ചില്ലിയും ഈ പട്ടയും കൂടെ ഇട്ട് ലേശം ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടാവാനായിട്ട് കുറച്ച് പാടല്ലേ, അതുകൊണ്ട് ആദ്യം ഞാനത് ഇടുന്നത്. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം കേട്ടോ. ഇനി ഒരു മീഡിയമിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കുക. ഒട്ടും മൂത്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഇനി നമുക്കതിനെ മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയല്ല, ചൈനീസ് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള 2 അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. അതിലേക്ക് ഞാനിവിടെ സാഫ്രോൺ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം 1/2 ടീസ്പൂൺ സാഫ്രോണിൻ്റെ കളർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക മണം വരും കേട്ടോ, നല്ല ഒരു മണം തന്നെയാണ് വരുന്നത്. ഇത് ഇതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുമാണ് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓയിലുമായിട്ട് മിക്സ് ചെയ്യണം. ഓയിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എറൗണ്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോളം ഞാനിത് മിക്സ് ചെയ്യുന്നതിനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ദോശപ്പൊടിയൊക്കെ കുഴയ്ക്കുന്നതിന് വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുക്കാറില്ലേ, അതുപോലെ വരണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആഡ് ചെയ്യേണ്ടത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടുത്തത് എടുക്കേണ്ടത് ചിക്കനാണ്. ഒരു ഫുൾ കോഴിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിനെ നല്ലതുപോലെ, സാധാരണ മന്തിയിൽ സ്കിന്ന് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാനിവിടെ സ്കിന്ന് എടുക്കാറില്ല. നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം 4 പീസായി കട്ട് ചെയ്തിട്ട് അതിലിതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണ മന്തിയിൽ ഇങ്ങനെ വരഞ്ഞ് ഞാൻ കാണാറില്ല കേട്ടോ. പക്ഷേ വരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് അതിനകത്ത് പിടിക്കണമെങ്കിൽ ഇതുപോലെ വരഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് വെള്ളമെല്ലാം നല്ല ഒപ്പിക്കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച് ഈ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ മസാലയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പൊടിച്ചത് ഈ ഒരു കോഴിക്ക് വേണ്ടിയായിട്ടാണ്. അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ മസാല കയറാത്ത വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. 3-4 മണിക്കൂറായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത് എടുക്കേണ്ട അരിയാണ്. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും കഴുകരുത്, കഴുകി വൃത്തിയാക്കരുത്. ഒരല്പം നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ കഴുകിയാൽ മതി കേട്ടോ. ഞാനതവിടെ അളന്ന് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ അരി തിളപ്പിക്കാനുള്ള മസാലകളാണ്. ഇനി ഞാൻ ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2-3 പട്ട, 1 ടീസ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ ക്ലോവ്, പിന്നെ 2 ഉണങ്ങിയ നാരങ്ങ. ഇത്രയുമാണ് ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയായിട്ട്, അതായത് ഈ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം റെഡിയാക്കി ആദ്യം വെക്കണം. ഇനി അടുത്ത് എടുക്കേണ്ടത് നമുക്ക് സവോളയാണ് കേട്ടോ. സവോള, ഒരു വലിയൊരു സവോള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. 1 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2-3 പച്ചമുളക് എടുക്കുക എരിവിന് ആവശ്യത്തിന്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇത് 1 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ക്യൂബും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം, പാൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വക്കുള്ള പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം ഗീയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വക്കുള്ളതുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ പാത്രം എടുക്കണം. ഇതിലേക്ക് ഞാൻ ഈ സവോള ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്.
ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ മസാലകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ നാരങ്ങ, ബേ ലീഫ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആ 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കമാണ് കേട്ടോ. ക്യാപ്സിക്കവും പിന്നെ ആ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. 2 3 എത്ര വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ, അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരി കഴുകി വെക്കുക. ഇതവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക. എന്നിട്ട് അരി കഴുകി കുതിർത്തരുത്, അങ്ങനെ അങ്ങ് എടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം വെള്ളം കളഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിലെന്തെങ്കിലും പശയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുത്ത് അതിൻ്റെ 1.5 ഗ്ലാസ്. അപ്പോൾ 7.5 ഗ്ലാസ് വെള്ളം വേണം. അതിൽ 1 ഗ്ലാസ് സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 6.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം വളരെ ലോയിലേക്ക് മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം പെട്ടെന്ന് ചൂടാകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ സ്റ്റോക്കും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 7.5 ഗ്ലാസ് സ്റ്റോക്ക് ഉൾപ്പെടെ 7.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ലേശം കൂടുതൽ ഉപ്പ് വേണം കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതുപോലെ കവർ ചെയ്യണം. അതായത് 4 ലെയർ അലുമിനിയം ഫോയിലാണ് ഞാനിവിടെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തോ ഇടുക. എന്നിട്ട് വേണം അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യേണ്ടത്. ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അലുമിനിയം പാത്രം, ഈ സൈഡ് വക്കുള്ള പാത്രം എടുക്കാനായിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. സ്റ്റീം ഒട്ടും പോകാത്ത വിധത്തിൽ വേണം നമുക്ക് കവർ ചെയ്യണം. പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ഹോൾസ് ഇടണം. അപ്പോൾ ഞാനിതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഹോൾസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അതിന് പകരം വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, മൈക്രോവേവിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റാൻഡാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യണം. കുറച്ച് ഹൈറ്റുള്ളതാണ്. അപ്പോൾ ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തതിന് ശേഷം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഈ ഹോൾസ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചിക്കൻ ഇതിൻ്റെ പുറത്ത് വെച്ചാൽ കീറി പോകത്തൊന്നുമില്ല കേട്ടോ. അലുമിനിയം ഫോയിൽ കീറിപ്പോയ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷേ ഞാൻ ഈ സ്റ്റാൻഡ് ഉള്ളത് കാരണം കറക്റ്റ് എനിക്ക് അതിൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്ക്യൂർ കൊണ്ട് നിറച്ച് ഹോൾസ് ഇടുന്നുണ്ട്. എന്താണെന്നാൽ ഈ റൈസ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ സ്റ്റീമിലാണ് ഈ ചിക്കൻ വേവേണ്ടത്. അതുകൊണ്ടാണ് നമുക്കിതിൽ നിറച്ച് ഹോൾ ഇടേണ്ടത്. അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആ ഹോൾ ഇട്ടതിന് ശേഷം ചിക്കൻ അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്നോളും, അത് കീറിയൊന്നും പോകത്തില്ല. അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഇപ്പം ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു 4 ലെയർ എന്നുള്ളത് 6 ലെയർ ആക്കുക അലുമിനിയം ഫോയിൽ കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഞാൻ എല്ലാ ചിക്കൻ പീസസും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മന്തി എന്ന് പറയുന്നത് ശരിക്കും ചിക്കൻ സ്റ്റീമിലാണ് വേവേണ്ടത്. ഇതിൽ നിന്നും അതിൻ്റെ ജ്യൂസ് ഈ ചോറിലേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. കപ്സയുമായിട്ട് കപ്സ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് ടൊമാറ്റോ അങ്ങനെയുള്ള ഒരു ബേസാണുള്ളത്. പക്ഷേ ഇതെന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. ഇത് ഇങ്ങനെയാണ് ഈ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ഒരു 6 ലെയർ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. ഈ 6 ലെയർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒട്ടും തന്നെ സ്റ്റീം പുറത്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം ഞാനിത് 6 ലെയർ കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്യാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും കവർ ചെയ്യത്തക്ക വിധത്തിലാണ് അലുമിനിയം ഫോയിൽ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൈഡ് നല്ലതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ തിളച്ച് പോകരുത്. നമ്മളെല്ലാം സെറ്റാക്കിയതിന് ശേഷമേ റൈസ് തിളയ്ക്കാവൂ.
ഇത് റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അരി പെട്ടെന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ലോയിലാക്കിയിട്ട് ഒരു തവ എടുത്ത് വെച്ച് അതിൻ്റെ മേലെ വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു 10 മിനിറ്റ്സ് ദം ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് കാണാൻ പറ്റും. കുറച്ച് പാടാണ്, നല്ല ശ്രദ്ധിച്ച് വേണം തുറക്കാൻ. നല്ലോണം സ്റ്റീം വരുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ ആ ചിക്കനൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിരിക്കുന്നതെന്ന് കണ്ടോ. അതൊന്ന് സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞു, നല്ലതുപോലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ലതുപോലെ കുക്കാവും. അപ്പോൾ ഞാനത് ആ സ്റ്റാൻഡോട് കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആ അലുമിനിയം ഫോയിലൊന്ന് കീറി മാറ്റുകയാണ്. കണ്ടില്ല, അതിലെ മസാലയൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എക്സസ് ഉള്ളതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ റൈസ് കണ്ടില്ലേ, റൈസ് നല്ല പെർഫെക്റ്റ്ലി വെന്തിട്ടുണ്ട്. ഇതിലെ ജ്യൂസെല്ലാം, ആ ചിക്കനിലെ ജ്യൂസെല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റാണ്. എപ്പോഴും റൈസ് എടുക്കുമ്പോഴത്തേക്കും വെള്ളം കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ കുതിർത്താനായിട്ട് വെക്കരുത്. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മന്തി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ഈ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിൻ്റെ മേലോട്ട് വെക്കുക. അപ്പോൾ ആ തന്തൂറിൻ്റെ ആ അടുപ്പിലുണ്ടാക്കുന്ന ഒരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 4 ചിക്കൻ പീസും എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ 4 സൈഡിലുമായിട്ട് ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ കട്ടോരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു കോള് കത്തിച്ച് റെഡിയാക്കി വെക്കണം. കോളോ ഒരു ചിരട്ടയുടെ കഷ്ണമോ എന്തെങ്കിലും നല്ലപോലെ കത്തിച്ചിട്ട് റെഡിയാക്കി വെക്കുക. അതിലേക്ക് 2-3 പട്ടയും 2-3 ഗ്രാമ്പും 2-3 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പാത്രം വെച്ച് പെട്ടെന്ന് തന്നെ അടച്ചിട്ട് വെയിറ്റ് എടുത്ത് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം എടുത്ത് മേലെ വെക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നതിന് ശേഷം ആ കോളെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഗീ ഉണ്ടല്ലോ ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ മന്തി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചിക്കൻ പീസൊക്കെ മാറ്റിയതിന് ശേഷം റൈസ് വേറൊരു പ്ലേറ്റിലേക്കും ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്കും ആക്കി വെക്കുക. അപ്പോൾ കപ്സയ്ക്ക് ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ബദാമും ഞാൻ നേരത്തെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാമും കിസ്മിസും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദാം ഞാൻ പറഞ്ഞല്ലോ പീൽ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഞാനത് മാറ്റിയതിന് ശേഷം റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ ഒരു സ്മോക്കൊക്കെ ആ റൈസിൽ പിടിക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ മേലെ ഈ ചിക്കൻ പീസും വെച്ചിട്ടാണ് നമ്മുടെ ബദാമൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മന്തി ആരും മന്തിക്ക് ചിക്കനൊന്നും, ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടത് ചിക്കൻ മന്തിക്ക് ഫ്രൈ ചെയ്യുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മന്തി തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ടൊമാറ്റോ ചട്നി തന്നെയാണ് ഇതിൻ്റെ കൂടെയും സലാഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈത്ത വേണമെങ്കിൽ അത് ഉണ്ടാക്കാം, എന്ത് വേണം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ടിൽ ദെൻ സുരയാനിസിൻ, ടേക്ക് കെയർ, ബൈ ബൈ.